വിനീത് ശ്രീനിവാസന്റെ ഒരു സിനിമയാണ്. അപ്പോൾ അത് കുറച്ച് വലിയ സിനിമയാണ്. ആക്ഷൻ ഉടനെ റിലീസ് ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. തീർച്ചയായിട്ടും നമുക്കറിയാലോ, നമ്മുടെ ഇഷ്ടപ്പെടുന്നത് സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ നമ്മുടെ കഴിവിനനുസരിച്ചൊക്കെ ചെയ്യാന്നുള്ളതാണ്. ഇല്ല, 2-3 പരിപാടികൾ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ 1-2 സംവിധായകർക്ക് വേണ്ടി എഴുതുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എഴുത്ത് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതൊരു ഫൈനൽ സ്റ്റേജിലാണ്. പിന്നെ സിനിമ അടുത്തൊരെണ്ണം ഡയറക്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ എഴുത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇല്ല, എനിക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞ് അങ്ങനെ എഴുതുന്നില്ല. അപ്പോൾ ആ സംവിധായകൻ നമ്മളോട് പറയുമെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുക എന്നുള്ളതുള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എഴുതുന്ന സിനിമകളിൽ അഭിനയിക്കാതിരിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഇപ്പം ഞാൻ ഫസ്റ്റ് ഡയറക്റ്റ് ചെയ്ത ബ്രദേഴ്സ് ഡേയിൽ തന്നെ രാജു എന്നോട് നിർബന്ധിച്ചിരുന്നൊരു ക്യാരക്ടർ ചെയ്യണമെന്ന്. അപ്പം ഞാൻ രാജുവിനോട് കാര്യം നമുക്കത് രണ്ടും കൂടെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ക്യാരക്ടറാണ് നസീർക്ക് ആ സിനിമയിൽ ചെയ്തത്, നസീർക്ക് ചെയ്തത്. അപ്പം അങ്ങനെയാണ് എൻ്റെ ആഗ്രഹം. പിന്നെ സിനിമയല്ല, ഒന്നും പറയാൻ പറ്റില്ല, ഇതിങ്ങനെ മാറി മറിഞ്ഞ് വന്നോണ്ടിരിക്കും. അതായത് ഇന്നലെ റൊമാൻസ് ഇറങ്ങി, ഇന്ന് 21-ാം തീയതി ചാട്ടുള്ളി ഇറങ്ങുന്നു. ഇനി വരാനുള്ള പ്രൊജക്ട് ഏതൊക്കെയാണ്? ഇനിയിപ്പം ചേട്ടാ നമസ്കാരം. ഇപ്പം ഔസേപ്പിൻ്റെ ഒസ്യത്ത് എന്ന് പറഞ്ഞൊരു പടമുണ്ട്. അത് നമ്മുടെ വിജയരാമൻ ചേട്ടനും നമ്മുടെ ദിലീഷ് പോത്തനും ഞാനുമാണ്, ഞങ്ങൾ 3 പേരാണ് പ്രധാന കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ളത്. അതും ഈ മാർച്ചിൽ തന്നെയാണ് റിലീസ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിനുശേഷമുള്ളത് റേച്ചലാണ് റിലീസ് ചെയ്യാനുള്ള പടം. നമ്മുടെ ഹണി റോസ് പ്രധാന വേഷത്തിൽ അഭിനയിച്ചിരുന്ന സിനിമയാണ്. ഇത് രണ്ടുമാണ് ഇമ്മീഡിയറ്റ് റിലീസ് ചെയ്യാനുള്ള ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഷൂട്ടിങ്ങിന് തുടങ്ങാൻ പോകുന്ന നമ്മുടെ ഒരു വിനീത് ശ്രീനിവാസന്റെ ഒരു സിനിമയാണ്. അപ്പോൾ അത് കുറച്ച് വലിയ സിനിമയാണ്. ആക്ഷൻ വിനീത് ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ്. അപ്പോൾ അത് ഉടനെ തന്നെ അത് തുടങ്ങുന്നുണ്ട്. അല്ല, അതിന്റെ ബാക്കി അപ്ഡേഷനൊക്കെ അദ്ദേഹം തന്നെ തരുന്നതായിരിക്കും നല്ലത്. ആ സിനിമയിൽ ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. വിനീതേട്ട അതിന്റെ ജോണർ ക്രിഞ്ചി എന്നുള്ള ഒരു പേരിലാണ് വിനീതേട്ട പറയുന്നത്. അതിന്റെ ജോണർ മാറ്റി പിടിക്കാൻ ട്രൈ ചെയ്യുന്ന ഒരു ത്രില്ലറാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ത്രില്ലർ തന്നെയാണോ? പക്കാ ത്രില്ലർ? അതൊരു ത്രില്ലർ മൂഡിലോടൊപ്പം ഇതുവരെ ഇങ്ങനെ ചെയ്ത സിനിമകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു സിനിമയായിരിക്കും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് ആണെന്ന് ഞാൻ കേട്ടു. കൂടുതലായിട്ട് യങ്സ്റ്റേഴ്സിനെ ഫോക്കസ് ചെയ്തിട്ടാണ് കൂടുതൽ പുതുമുഖ താരങ്ങളാണ് അതിൽ ഉണ്ടാവുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്നെയാണോ? അല്ല, അതെല്ലാം വിനീത് തന്നെ പറയും. എന്റെ അറിവ് ഇതാണ്, അതിലുണ്ട്. അല്ല, വിനീതേട്ട അതേ എനിക്ക് പറയാൻ പറ്റുള്ളൂ, ബാക്കിയൊക്കെ വിനീത് തന്നെ. വിനീതേട്ട ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ചോദിച്ചത്. അങ്ങനെ വിനീതേട്ട ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായി. എന്നാണ് ഷൂട്ടിംഗ് തുടങ്ങുന്നത്? ഷൂട്ടിംഗ് നെക്സ്റ്റ് മന്ത് സ്റ്റാർട്ട് ചെയ്യും. എന്തായാലും ക്യാരക്ടർ ഇൻട്രസ്റ്റിംഗ് ആവട്ടെ. താങ്ക് യു സോ മച്ച്. ഉടനെ റിലീസ് ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അത് എന്തോ ചെറിയൊരു ഡിലേ ഉണ്ടായിരുന്നു അതിനകത്ത്. ഇപ്പോൾ എന്തോ ഉടനെ തന്നെ റിലീസ് ചെയ്യുന്നു എന്തോ അതിനകത്ത് എന്തോ ഒരു ഇതുണ്ടെന്ന് പറഞ്ഞ ഒരു കൺഫ്യൂഷൻ. ഇപ്പോൾ അത് റെഡിയായെന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത്. ഉടൻ തന്നെ റിലീസ് ചെയ്യുന്നത്. എല്ലാം ഗംഭീരമാവട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. സിനിമകൾ ആക്ടിവേറ്റ് സിനിമ നന്നാവുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ടാണല്ലോ നമ്മുടെ പെർഫോമൻസിന് ഒരു തീർച്ചയായും ഹണിക്ക് വളരെയധികം അപ്രിസിയേഷൻ കിട്ടാൻ സാധ്യതയുള്ളൊരു വേഷമാണ്. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ഹണി റോസിനെ റേച്ചലിലൂടെ കാണാൻ പറ്റും തീർച്ചയായിട്ടും.